വളരെ സിമ്പിൾ ആയിട്ടാണ് പുള്ളിക്കാരൻ അത് പറഞ്ഞെങ്കിലും ഈ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതിന്റെ മേളിൽ ഒരാൾ കിടക്കും, എന്നിട്ട് അതിന്റെ മേളിൽ എന്താണ് കോൺക്രീറ്റ് ബ്ലോക്ക് കട്ടി വെക്കും. കോൺക്രീറ്റ് ബ്ലോക്കുകൾ അതിന്റെ മേലിൽ വെക്കും. എന്നിട്ട് അത് ചുറ്റിക്കായിട്ട് അടിച്ചു പൊട്ടിക്കും. ഓൾറെഡി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഞാൻ തന്നെ ഇട്ടതും ഞാൻ തന്നെ ബേക്ക് ചെയ്തത് ഇറ്റലിയിൽ വെച്ചിട്ട്. ആദ്യം ഇട്ടത് 8 ബ്ലോക്ക് വെച്ചിട്ട് സിംഗിള് ഓരോ ബ്ലോക്ക് അടിച്ചു പൊട്ടിച്ചിട്ട് വെച്ചത്. പിന്നെ ഇറ്റലിയിൽ പോയിട്ട് 12 ബ്ലോക്ക് ഓരോന്നോരോന്ന് പൊട്ടിച്ചിട്ടാണ്. ഇപ്പൊ ഇവിടെ ചെയ്യുന്ന വെറൈറ്റി പ്രോഗ്രാം വേറെയാണ്. ഇതിന്റെ ഒരേ ബ്ലോക്ക് തന്നെ അട്ടിക്ക് വെച്ചിട്ടാ ചെയ്യുന്നത്. ഒരുമിച്ച് 5 ബ്ലോക്കും അതിന്റെ മുകളിൽ ആ പെൺകുട്ടിയും കൂടെ കിടത്തിയിട്ട് ഒരൊറ്റയടി. ഏത് പെൺകുട്ടീനെ? ഈ പെൺകുട്ടി ഒരു പച്ച ചെറുതായിട്ട് അല്ല, ലാസ്റ്റ് എന്താ അറിയോ, പൊട്ടിച്ചില്ലേലും കുഴപ്പമില്ല, ശൂലത്തുമ്പോ കയറ്റിയാലും മതി. പറഞ്ഞു എന്നെ ഇങ്ങനെ കളിയാക്കിയ പ്രശ്നമല്ല. നമുക്ക് അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, ഒന്നും പറയണല്ലോ. നമുക്ക് തുടങ്ങാം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇത് വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കരുത്. ബിക്കോസ് ഇവരിത് വർഷങ്ങളായിട്ട് പഠിച്ച് ശീലിച്ച് ചെയ്യുന്നവരാണ്. സോ ഇതാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത്. മാസ്റ്റർ റെഡി? മാസ്റ്റർ ഫുള്ള് സപ്പോർട്ട് ആ സ്പീഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മതിയാവും തോന്നുന്നു. എനിക്ക് ഇപ്പൊ തന്നെ കണ്ടിട്ട് അത് പേടിയാവാണ്. അതിനൊരു ചായ ഉണ്ടല്ലോ. അതെ അതെ, ഓക്കെ, കെയർഫുൾ. രണ്ടാമത്തെ 5 ബ്ലോക്സും പൊട്ടിയിരിക്കുകട്ടോ. 5 ബ്ലോക്സും പൊട്ടിയിരിക്കുകയാണ്. ആൻഡ് സ്റ്റിൽ ആ സ്പിയറിന്റെ മേളിൽ ബാലൻസ് ചെയ്ത് നമ്മുടെ മാസ്റ്റർ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. മുറി വന്നോ? മുറി വന്നോ? അവിടെ ഭയങ്കര ഇതായിട്ടുണ്ട്. മാഷ ഓക്കെ ആണല്ലോ അല്ലേ? ഐ മീൻ ബിക്കോസ് നമ്മളത് കണ്ടിട്ട് നമുക്ക് ഭയങ്കര സ്കേറി ആയിട്ട് തോന്നിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു മാർക്ക്? എനിക്ക് അവിടെ മുറി വന്ന പോലെ തോന്നി. ഉണ്ട്, അങ്ങനെ തന്നെ ഉണ്ട്. ആ സ്കിൻ ഇവിടെ ഇങ്ങനെ, കാരണം അത്രയും നേരം എന്നിട്ട് ഈ ബ്ലോക്സ് പൊട്ടിക്കാൻ ഇവരെയും സമ്മതിക്കണം. കാരണം ഇവരുടെ ഒരു സ്പീഡ്. മാഷിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് കണ്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ലേ ഇതിന് ഇത്രയും റിസ്ക് എടുക്കുന്നത്? ഞാനൊരു ഇൻസ്ട്രക്ടറും കൂടിയാണ്. നമ്മൾ മാർഷൽ ആർട്സ് പഠിച്ചിട്ട് എന്താണ് കഴിവെന്നല്ലേ, നമ്മൾ സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് പഠിക്കുന്നത്. ആദ്യം അത് പഠിച്ചു. ഇപ്പൊ അധികം നമ്മുടെ സെൽഫ് ഡിഫൻസ് അല്ല, അധികം വീട്ടിൽ ആരോഗ്യം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോഴത്തെ ഭക്ഷണ രീതി, മാർഷൽ ആർട്സ് പഠിച്ച് എന്തെല്ലാം ചെയ്യാൻ കഴിയും, നമ്മുടെ ശരീരം കൊണ്ട് എന്താണ് അതിന്റെ പ്രയോജനം എന്നുള്ള രീതിയിലേക്ക് ഞാൻ വന്നത്. അങ്ങനെ ലോകം എന്നെ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പൊ എന്താ ഈ ബ്രീത്തിന്റെ ഒരു പവർ ബ്രീത്തിന്റെ മാഡത്തിനും ചെയ്യാം. ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളെ, ഒരു മനുഷ്യൻ ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ മറ്റുള്ളവർക്കും ചെയ്യാം. പക്ഷെ അതിന്റെ ബാക്കിലുള്ള കഠിനാധ്വാനം ആരും തിരിച്ചറിയുന്നില്ല. അതാണ് പ്രശ്നം. പക്ഷേ ഈ ഒരു ലെവലിലേക്ക് എത്താൻ എത്ര സമയം എടുത്തു? ഞാനിപ്പോ 86 തുടങ്ങിയത് മാർഷൽ ആർട്സ് പഠിക്കൽ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചെയ്ത ഈ പെർഫോമൻസ് ഇത് നമ്മൾ സ്റ്റേജിലൊക്കെ പുറത്ത് പ്രോഗ്രാമുകൾക്കൊക്കെ പോയി ചെയ്യാം. UK പോയി, ഇപ്പൊ ബ്രിട്ടൻ ടാലന്റ് ഷോയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇറ്റലി പോയിരുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഒരു വേൾഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ 3 പ്രോഗ്രാമിൽ പങ്കെടുത്ത, 1 തരുന്നു. അത് 3 ഞങ്ങൾ ഗിന്നസ്. അടിപൊളി.